പ്രായമായിട്ടില്ലെങ്കിലും 30 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ എല്ലാം തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഡയബറ്റിക്സിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കാൻ ബോധവൽക്കരണവുമായി പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രി. ലോക ഡയബറ്റിക് ദിനാചരണത്തിന്റെ ഭാഗമായി അൽസലാമ ഐ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഡയബറ്റിക്സ് രോഗികൾക്കും കണ്ണിലെ ഡയബറ്റിക് റെറ്റിന പ്രശ്നമുള്ളവർക്കുമായി മധുരത്തിൽ കാഴ്ച നഷ്ടപ്പെടരുത് എന്ന പേരിൽ സംഘടിപ്പിച്ച ഡയബറ്റിക് വിഷൻ കെയർ ക്യാമ്പ് പ്രൊഫസർ ഡോക്ടർ പി ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രമേഹത്തെക്കുറിച്ചുള്ള പ്രാഥമിക ആഗോള അവബോധ ക്യാമ്പയിനാണ് ലോക പ്രമേഹ ദിനം. ഇന്റർനാഷണൽ ഡയബറ്റിക്സ് ഫെഡറേഷന്റെയും ലോകാരോഗ്യ സംഘടനയുടെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും നവംബർ 14-ാം തീയതിയാണ് ലോക പ്രമേഹ ദിനമായി ആചരിച്ചു വരുന്നത്. പ്രമേഹവും ക്ഷേമവും എന്നതാണ് 2025 ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം. വ്യായാമത്തിലൂടെയും ആഹാരക്രമത്തിലൂടെയും വളരെ ലളിതമായി നിയന്ത്രിച്ചു പോകാനാകുന്ന ഒന്നാണ് പ്രമേഹ രോഗമെങ്കിലും പ്രമേഹ രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റെല്ലാ അവയവങ്ങളെയും പോലെ തന്നെ പ്രമേഹ രോഗത്തിന് കാഴ്ചശക്തിയെയും അതിവേഗം ബാധിക്കാനാകുന്നു. ഈ സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയിൽ പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണയിലെ ഡയബറ്റിക്സ് രോഗികളും കണ്ണിലെ ഡയബറ്റിക് റെറ്റിന പ്രശ്നമുള്ളവർക്കുമായി മധുരത്തിൽ കാഴ്ച നഷ്ടപ്പെടരുത് എന്ന പേരിൽ പ്രത്യേക ഡയബറ്റിക് വിഷൻ കെയർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ പി അഹമ്മദ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ആശുപത്രികൾ പുതുതൊന്നുമല്ല. ഒരുപാട് കാലത്തെ പ്രവർത്തന പാരമ്പര്യം ആശുപത്രികൾക്കുണ്ട്. എന്നാലും ഇപ്പോഴും എല്ലാ ആശുപത്രികളും ഒരു ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആശുപത്രികളാണ്. മാസ്റ്റർ ഓഫ് ഓൾ, ജാക്ക് ഓഫ് ഓൾ ആൻഡ് മാസ്റ്റർ ഓഫ് സെവറൽ തിങ്സ്. അപ്പോൾ ഈ 24 വർഷം മുമ്പേ ഈ അൽസലാമയ്ക്ക് ആശയം കൊടുക്കുകയും 20-21 വർഷം മുമ്പേ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ശ്രീ അരീക്കുഴി മുഹമ്മദ് കുട്ടി അവരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു അതൊരു ബിസിനസ്സായിട്ട് തുടങ്ങിയതല്ല, ഒരു സേവനവും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ടും ആ ഒരു മെസ്സേജോടുകൂടെ തുടങ്ങിയ ഈ സ്ഥാപനം ഉത്തരോത്തരം വളരുന്നത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. പ്രമേഹം കണ്ണുകളെ പലതരത്തിലാണ് ബാധിക്കുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി, മാക്യുലർ എഡിമ, തിമിരം, ഗ്ലോക്കോമ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ ബുർഷിന നേതൃത്വം നൽകി. കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനയെ കുറിച്ച് ഡോക്ടർ ബുർഷിന വിശദമായി ക്ലാസ് എടുത്തു. ഡയബറ്റീസ് അഫക്ട് ചെയ്യും, പക്ഷെ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. കണ്ണിനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് കണ്ണിന്റെ ഞരമ്പാണ്. ഓക്കെ, സോ ഇത് ഒരു കണ്ണിന്റെ സ്റ്റുഡൻസിന് ഇത് ബോറിംഗ് ആയിരിക്കും, പേഷ്യൻസിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത്. വേൾഡ് ഡയബറ്റിക് ഡേ ആണ് നവംബർ 14. അതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ നമ്മളെ ഡോക്ടേഴ്സും ക്ലാസ് എടുത്ത് കഴിഞ്ഞു. വിശദമായി പ്രമേഹ രോഗം ലോകത്ത് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട ചികിത്സ കൊടുക്കുന്നതിനെ പറ്റും അതിന്റെ പ്രിവെൻഷനെ കുറിച്ചൊക്കെ ഡോക്ടർമാർ വിശദമായ ക്ലാസ് എടുത്തു കഴിഞ്ഞു. അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഡോക്ടർ പറയുന്നതായിരിക്കും. വേൾഡ് ഡയബറ്റിസ് ഡേയോടനുബന്ധിച്ച് എല്ലാവരിലും ഒരു ഡയബറ്റീസിനെ കുറിച്ചുള്ള ബോധവൽക്കരണം എത്തിക്കുക. അതുപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയിലാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ്, എന്തൊക്കെ നൂതന ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും പേഷ്യൻസിലോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഒരു ഉദ്ദേശം. സോ വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. എല്ലാവരും പേഷ്യൻസും അതുപോലെ തന്നെ സ്റ്റുഡൻസും എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ലൊരു ക്ലാസ്. എസ്പെഷ്യലി ഡയബറ്റിസ് സ്ക്രീനിങ് ആണ്. നമ്മൾ വിചാരിക്കും പ്രായമാകുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് ഡയബറ്റീസ് എന്നുള്ളത്, പക്ഷെ ഇപ്പൊ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30-കളിലും 40-കളിലും ഡയബറ്റീസ് വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രായമായിട്ടില്ലെങ്കിലും 30 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ എല്ലാം തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ക്യാമ്പിനോടനുബന്ധിച്ച് ഡോക്ടർ കൺസൾട്ടേഷനിൽ 50% ഡിസ്കൗണ്ടും ഒരുക്കിയിട്ടുണ്ട്. തുടർ ചികിത്സ ആവശ്യമായ രോഗികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും ലഭ്യമാകും. ചടങ്ങിൽ അൽസലാമ അക്കാദമിക് ഡയറക്ടർ ഖുർഷിദ് അലാം, അൽസലാമ ഐ ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ അഷ്റഫ് കിഴിശ്ശേരി, ഡോക്ടർ കെ അനൂപ്, അൽസലാമ അഡ്മിനിസ്ട്രേറ്റർ ഷഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ,
തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.